ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഷാമ്പൂവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനൊക്കെ ഉള്ള ഒരു അടിപൊളി ഷാമ്പൂ ആണ് കേട്ടോ നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആണ്. അപ്പം നമ്മൾ ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അലോവേറ എക്സ്ട്രാക്റ്റും നീം എക്സ്ട്രാക്റ്റും ആണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എസെൻഷ്യൽ ഓയിൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒനിയൻ സീഡ് ഓയിൽ വരുന്നുണ്ട്. കുറേ ഐറ്റംസ് ആഡ് ചെയ്താണ് ഇന്ന് നമ്മൾ ഷാമ്പൂ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഷാമ്പൂവിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഓരോ ഐറ്റംസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ്. നമ്മുടെ തലയിലുണ്ടാകുന്ന താരനൊക്കെ മാറാനായിട്ട് ഈ ഷാമ്പൂ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാവേ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ബേസ് ആണ്. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. ഇത് നമുക്ക് പേർലിയിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ബേസിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബേസിലാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടുള്ള ബേസിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഷാമ്പൂ ബേസ് ആണ്. നല്ല വായുവട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 kg ഷാമ്പൂ ബേസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വലിയ പാത്രം എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചെറിയ പാത്രത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ DM വാട്ടറോടെ വരുമ്പോൾ പുറത്തേക്ക് പോവും. അപ്പോൾ എപ്പോഴും വലിയ പാത്രത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ബോട്ടിലിൽ കുറച്ചൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. എല്ലാം നമുക്ക് വടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഈ ബോട്ടിലിൽ നിന്ന്. ഷാമ്പൂ ബേസ് മൊത്തമായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് DM വാട്ടറാണ് കേട്ടോ. DM വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീമിനറലൈസ്ഡ് വാട്ടറാണ്. നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാട്ടറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. DM വാട്ടർ തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേറയുടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. അലോവേറ എക്സ്ട്രാക്റ്റ് നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ ഈർപ്പം നൽകിയിട്ട് നമ്മുടെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മളെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാനും ചൊറിച്ചിലൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒനിയൻ സീഡ് ഓയിലാണ് കേട്ടോ. ഒനിയൻ സീഡ് ഓയിൽ നമ്മുടെ ഹെയറിനൊക്കെ നല്ല സ്ട്രോങ് ആക്കി വെക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ. അത് നമ്മുടെ മുടീനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ സഹായിക്കുന്ന, നമുക്ക് മുടിയൊക്കെ കോംബ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാനായിട്ടുള്ള ഐറ്റമാണ്. അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാഗെ എസെൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതൊരു 6 തുള്ളിയാണ് കേട്ടോ വേണ്ടോ. 6 തുള്ളിയാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ ഹെയർ ഫോളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ്. നമുക്ക് ഈ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് വരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇതെല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് ഈ മിക്സിംഗ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യം കേട്ടോ. വീറ്റ് പ്രോട്ടീൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിക്കൊക്കെ നല്ല സ്ട്രോങ് ആവാനും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആക്കി വെക്കാനും സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാനിക് ആപ്പിൾ ആണ്. ഇത് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഐറ്റം ആഡ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സാക്കി എടുക്കണം കേട്ടോ. അതാണ് ഇത് കറക്റ്റ് എല്ലാം ഇതിൽ മിക്സായി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രിസർവേറ്റീവ് ആണ്. ഫിനോക്സി എത്തനോളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലും നമുക്ക് ഷാമ്പൂവിന് ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ടാണ് ഈ പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബൈ ചാൻസ് ഇതിൽ എന്താ പറയുക, കുറച്ച് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പക്ഷെ നമുക്ക് ഇതിന് അധികം സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ ഈ ഒനിയൻ സീഡ് ഓയിലിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്, ഒരു നാച്ചുറൽ സ്മെല്ലാണ് കേട്ടോ. ഏത് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുത്താലും വരിക. നമുക്ക് കൂടുതൽ സ്മെല്ല് ഇതിലുണ്ടാവില്ല കേട്ടോ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് അത്രയും നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ്. നല്ല രീതിയിൽ തന്നെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പിന്നെ നമുക്ക്
ഹെയർ ഗ്രോത്ത് ഒക്കെ വരാനും താരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫൊക്കെ മാറി കിട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ കുറേ പേർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കിറ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽസിൽ ഷാമ്പൂ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഗ്രീൻ കളറൂടെ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഷാമ്പൂവിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ഇതിൽ ബബിൾസ് വരും കേട്ടോ. ബബിൾസ് മാറിയാലാണ് നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പം നല്ല അടിപൊളി ഷാമ്പു ആണ്. നമ്മൾ ഈ ഷാമ്പൂവിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്ന്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അടിപൊളി ഷാമ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഷാമ്പൂ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബബിൾസൊക്കെ മാറിയതിന് ശേഷം ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ദേ നമ്മുടെ ഷാംപൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബബിൾസ് ഒക്കെ മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് 1 kg മേക്ക് ചെയ്താൽ 1.5 kg ആണ് കേട്ടോ കിട്ടുക. 1.5 കിലോയാണ് നമുക്ക് കിട്ടുക. 100 ഗ്രാമിൻ്റെ ആണെങ്കിൽ നമുക്കൊരു 15 ബോട്ടിലോളം കിട്ടും. ഇപ്പം ഞാനിവിടെ 200 ഗ്രാമിൻ്റെ 5 ബോട്ടിലും 100 ഗ്രാമിൻ്റെ 5 ബോട്ടിലാണ് കേട്ടോ നിറയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദേ 200 ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഷാംപൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓരോ ബോട്ടിൽസിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയേ. നമുക്ക് ഈ ഷാമ്പൂ 50 ml ബോട്ടിലുണ്ട്, അതുപോലെ തന്നെ 100 ml ബോട്ടിലുണ്ട്, 200 ml ബോട്ടിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ 50 ml ആദ്യം വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മേക്കിംഗ് കിറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഹെർബൽ ഷാമ്പൂ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാക്റ്റുകൾ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്കിത് കുറച്ച് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊരു വൈറ്റ് ഹാർട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് കിറ്റുകളോ അല്ലെങ്കിൽ ഷാമ്പുവോ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഷാമ്പൂ ബേസോ സോപ്പ് ബേസോ ഫേസ് വാഷ് ബേസോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആണ് ആവശ്യമുണ്ടെച്ചെങ്കിലും നിങ്ങൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിലൊരു 22 ടൈപ്പോളം സോപ്പ് മേക്കിംഗ് കിറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഷാമ്പൂ മേക്കിംഗ് കിറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരുന്ന രീതിയിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.